Hello students, now we can see some examples of functions. In the first example, say we can write the function by f. The domain contains some persons, names are given: Adams, Chinnu, Gottfried, Roderick, Stevensons. This example is given in your book. And in the second set, codomain A, B, C, D, F. Codomain elements are denoted by that symbols. And the correspondence or assignments are given: Adams to A, Chinnu to C, Gottfried to B, Roderick to again A, Stevens to F. We have to check whether each element of the first set has an assignment. Adams has assignment, Chinnu has assignment, Gottfried has assignment, Roderick has assignment, Stevens has assignment. എല്ലാവർക്കും assignment ഉണ്ട്. And find whether the assignment is unique. Adams is assigned uniquely to A, Chinnu is assigned uniquely to C, Gottfried uniquely to B, Roderick uniquely to again to A, but the assignment is unique. റോഡ്രിക്കിന് രണ്ടുപേരിലേക്ക് മാപ്പ് ചെയ്തിട്ടില്ല, അത് നമ്മൾ നോക്കണ്ടുള്ളൂ. എയില് കോഡൊമൈനില് ഒരാൾക്ക് രണ്ടുപേരുടെ ഇമേജ് ആകുന്നതിന് ഫംഗ്ഷൻ ആകുന്ന കേസിൽ തടസ്സമൊന്നും ഇല്ല. അപ്പൊ ആദംസും റോഡ്രിക്കും എയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദംസിന്റെ അസൈൻമെന്റ് യുണീക്ക് ആണ്. ആദംസ് എന്ന ഒരാൾ രണ്ടുപേരിലേക്ക് മാപ്പ് ചെയ്തിട്ടില്ല, റോഡ്രിക് എന്ന ഒരാൾ രണ്ടുപേരിലേക്ക് മാപ്പ് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. സ്റ്റീവൻസ് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു യുണീക്ക് എലമെന്റിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഡിസ്കസ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ രണ്ടാമത്തേതിനെ F1, ആദ്യത്തേത് F, ഇതിനെ F1 എന്നും, അടുത്തതിനെ F2, F3, F4. F1, F2, F3, F4 are the given functions. Now you check whether they are functions. Then what about F1? എയിൽ 1, 2, 3, 4 4 പോയിന്റ്സ് കാണുന്നുണ്ട്. ബിയിൽ 1, 2, 3 പോയിന്റ്സ്, ഡോട്ട്സ് റെപ്രസെന്റ് ദ പോയിന്റ്സ്. പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല, നമുക്ക് ഉറപ്പായിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. 3 പോയിന്റ്സ് കാണുന്നുണ്ട്. ഡൊമൈൻ കണ്ടെയ്ൻസ് 4 പോയിന്റ്സ്, കോഡൊമൈൻ കണ്ടെയ്ൻസ് 3 പോയിന്റ്സ്. വാട്ട് അബൌട്ട് F1? Whether it is a function. You check whether each element of A domain is assigned to a unique element of B. എയിലെ എല്ലാവരും ബിയിലെ യുണീക്ക് ആയിട്ടുള്ള ഒരു എലമെന്റിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എയിൽ 4 പേരുണ്ട്. അപ്പോൾ ഈ ഡോട്ട് എങ്ങോട്ടും മാപ്പ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ ആകുന്നില്ല. ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. Then consider the next example. Here domain has 3 elements, codomain has 3 elements. Each element of the domain is mapped to a single element of the codomain. അതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ആലോചിക്കുക. ഇവിടുന്ന് എല്ലാവർക്കും മാപ്പിംഗ് ഉണ്ട്. ഒരാളെ 2 പേരിലേക്ക് മാപ്പ് ചെയ്തിട്ടില്ല, ഒരാളെ 2 പേരിലേക്ക് മാപ്പ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ എല്ലാവരും ഒരേ എലമെന്റിലേക്കാണ് മാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫംഗ്ഷൻ എന്നുള്ള കേസിൽ അതിന് പ്രശ്നമൊന്നുമില്ല. ദിസ് ഇസ് എ ഫംഗ്ഷൻ. Then what about F3? Each element is mapped, but the second element is mapped. Mapping is not unique. This assignment is unique. Assignment is not unique. Mapped to 2 elements of the codomain. This is not a function. അവസാനത്തത് കാണുമ്പോൾ വളരെ ഭംഗിയുണ്ട്. ആദ്യത്തേതിനോട് രണ്ടാമത്തേതിനോട് മൂന്നാമത്തെ. Assignment of each element to a unique element. This is also a function. Now we can check whether these are 1, 1, onto or bijections. Find whether this is 1, 1. And this is not at all a function. അതുകൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. Find whether this is 1, 1. രണ്ടുപേരുടെ ഇമേജ് സെയിം ആണെങ്കിൽ പോയിന്റ്സും സെയിം ആയിരിക്കണം. ഹിയർ ആദംസിന്റെയും റോഡ്രിക്കിന്റെയും ഇമേജ് സെയിം ആണ്, ബട്ട് ആദംസ് ആൻഡ് റോഡ്രിക്സ് ആർ ഡിഫറെന്റ്. Therefore this is not 1, 1. ഇത് 1, 1 അല്ല. 2 പേർക്ക്, 2 ഡിഫറെന്റ് ആളുകൾക്ക് ഒരേ ഇമേജ് ഉണ്ടായി, ആദംസിനും ഗോഡ്ഫ്രണ്ടിനും. അതുകൊണ്ട് ഇത് 1, 1 അല്ല. ഓൺടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പം. കോഡൊമൈൻ റേഞ്ച് സെയിം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇമേജസിന്റെ കളക്ഷൻ. ഇതിന്റെ റേഞ്ച് എന്താ? വി ക്യാൻ ലിസ്റ്റ് ദ റേഞ്ച് സെറ്റ്. A, B, C, F is the range. Codomain is A, B, C, D, F. Range codomain unequal. Therefore not onto. ഇത് 1, 1 അല്ല, ഇത് onto അല്ല. ഇതിനെപ്പറ്റി ചെക്ക് ചെയ്യേണ്ട കാര്യമല്ല, അത് ഫംഗ്ഷനേ അല്ല. And what about the third example of F2? ഇവിടെ 1, 1 ആണോ? ഡിഫറെന്റ് പോയിന്റ്സ്
ഹാവ് ദ സെയിം ഇമേജ്. 3 പേർക്കും ഒരേ ഇമേജ്, അതുകൊണ്ട് അത് 1 1 അല്ല. ഓൺ ടു ആണോ? ഓൺ ടു നോക്കുമ്പോഴേ അറിയാം, കോഡൊമൈനിൽ ഇനിയും പോയിന്റ്സ് മിച്ചം നിൽക്കുകയാണ്. നോട്ട് ഓൺ ടു, 1 1 അല്ല, ഓൺ ടു അല്ല. ദെൻ വാട്ട് അബൌട്ട് ദ തേർഡ് ഫംഗ്ഷൻ? ഇത് ഫംഗ്ഷനേ അല്ല. തേർഡ് വൺ ഈസ് നോട്ട് എ ഫംഗ്ഷൻ, അതുകൊണ്ട് 1 1 ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണ്ട. ദ ലാസ്റ്റ് വൺ, ദ ലാസ്റ്റ് ഫംഗ്ഷൻ F4, each element is mapped to a unique element, therefore it is a function. Different points have different images. ഇത് ഈ 2 പോയിന്റ്സ് ഡിഫറെന്റ് ആണ്, ഇമേജസ് ഡിഫറെന്റ് ആണ്. ആദ്യത്തെ മൂന്നാമത്തെ ഡിഫറെന്റ് ആണ്, ഇമേജസ് ഡിഫറെന്റ് ആണ്. അങ്ങനെ നോക്കിയാൽ ഏത് 2 ഡിഫറെന്റ് പോയിന്റ്സിനും ഡിഫറെന്റ് ഇമേജസ് ആണ്. ദിസ് ഇസ് 1 1. ഓൺ ടു ആണോ എന്നറിയാൻ കോഡൊമൈനിൽ 3 പോയിന്റ്സ് ആണ്, അവരെല്ലാവരും ഇമേജ് ആയിട്ടുണ്ട്. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. ദിസ് ഇസ് ഓൺ ടു. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് 1 1 ഓൺ ടു ഫംഗ്ഷൻ. അത് ഗ്രാഫിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഇനി നമുക്ക് ഗ്രാഫിക്കൽ അല്ലാതെ തിയററ്റിക്കലായിട്ട് എഴുതിയും എക്സാമ്പിൾസ് പറയാം. അത്തരം ചില എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. യു കൺസിഡർ f of x equal to root x. First we have to state whether the function is defined from where to where. F from R to R. And the rule is f of x equal to root x. Real line il ninnu real line like fx equal to root x define cheyunu. Check whether it is a function. അത് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. R to R അത് നിങ്ങൾ നോട്ട് ചെയ്തോണം. അപ്പോൾ ഞാൻ f of 4 കാൽക്കുലേറ്റ് ചെയ്യും. f of 4 is defined by f of 4 എന്ന് ഇപ്പോൾ എഴുതാം. ഫംഗ്ഷൻ ആണോ അല്ലയോ നമ്മൾ പറയാൻ പോകുന്നു. √4 and it is equal to 2 and -2. √4 എന്ന് പറയുന്ന 2 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ 4ന് 2 ഇമേജസ്. അപ്പോൾ ഇത് റിയൽ ലൈൻ ഡൊമൈൻ, ഇത് റിയൽ ലൈൻ കോഡൊമൈൻ. ഇവിടെയുള്ള ഒരു 4 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തപ്പോൾ എങ്ങനെയാ അസൈൻമെന്റ് വന്നത്? √x എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ഉണ്ട്, -2 ഉണ്ട്. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് 2, ദിസ് ഇസ് -2. അപ്പോൾ ഈ 4നെ നമ്മൾ മാപ്പ് ചെയ്ത് വന്നാൽ രണ്ടിടത്തേക്ക് മാപ്പ് ചെയ്യേണ്ടി വരുന്നു. ഒരു പോയിന്റിനെ യുണീക്ക് അല്ല. therefore this is not a function. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വന്നതുകൊണ്ടാണ്. പോസിറ്റീവ് റൂട്ട് മാത്രം എടുത്തായിരുന്നെങ്കിൽ എന്നൊരു തോന്നലുണ്ടായി കാണും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്. f from R+ to R+. നമ്മുടെ ഡൊമൈനിലും കോഡൊമൈനിലും പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. R+ to R+. then check whether it is a function. അങ്ങനെയാകുമ്പോൾ അതിന് ഫംഗ്ഷൻ ആകാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡൊമൈൻ ഇങ്ങനെ മാറ്റി കൊടുക്കാം. f from Z+ to Z+. ഇൻറ്റീജേഴ്സ് മാത്രം എടുത്ത് ചെക്ക് ചെയ്യാം. Definition is same. f of x equal to √x. f of x equal to √x. Z+ to Z+. അപ്പോൾ 0 1 2 3 ഇൻറ്റീജേഴ്സ് മാത്രമേ ഉള്ളൂ. then f of 3 കാൽക്കുലേറ്റ് ചെയ്താൽ √3 ആവും. √3 നിങ്ങൾക്കൊരു ഇൻറ്റീജർ ആയിട്ട് കിട്ടത്തില്ല. നോട്ട് ആൻ എലമെന്റ് ഓഫ് Z+. നോട്ട് ആൻ എലമെന്റ് ഓഫ് Z+ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കോഡൊമൈൻ ആണ് ഉപയോഗിച്ചത്. കോഡൊമൈൻ. ഇവിടെ ഈ 3 എടുത്തവിടുന്ന ഡൊമൈൻ Z+ൽ നിന്നാണ് എടുത്തത്. അപ്പോൾ കോഡൊമൈനിലെ മെമ്പർ അല്ല എന്ന് വരുന്നു. therefore this is not a function. അപ്പോൾ Z+ to Z+ ഡിഫൈൻ ചെയ്താലും അതൊരു ഫംഗ്ഷൻ ആകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഡൊമൈനും കോഡൊമൈനും ശ്രദ്ധിച്ചിട്ട് വേണം ഒരു അസൈൻമെന്റ് ഫംഗ്ഷൻ ആണോ എന്ന് പറയാൻ. now you check f of x equal to √x in f of x equal to √x in R+ to R+. ഇവിടെ ഈ 2 പ്രശ്നങ്ങളും ഇല്ലാതാകും. ഒരു പോയിന്റിനെ രണ്ടിടത്തേക്ക് മാപ്പ് ചെയ്യുന്ന പ്രശ്നം നെഗറ്റീവ്സ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഇതേപോലെ √3 പോലെയുള്ള എലമെന്റ്സ് R+ലാവുമ്പോൾ ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ഇൻറ്റീജേഴ്സ് Z+ സെലക്ട് ചെയ്താൽ നടക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആകും. അപ്പോൾ ഫംഗ്ഷൻ ആകുമെന്നുള്ള അസൈൻമെന്റ് മാത്രം നോക്കിയിട്ട് പറയരുത്. കാരണം വേർ ടു വേർ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫംഗ്ഷൻ ആകുമോ ഇല്ലയോ എന്ന് പറയേണ്ടത്. And conversely, if you consider f of x equal to x², f from R to R, real line to real line, നിങ്ങൾ x² ആണ് പരിഗണിക്കുന്നതെങ്കിൽ അത് ഒരു ഫംഗ്ഷൻ ആകുമോ? അത് നിങ്ങൾ ആലോചിക്കുക. f of x equal to x² ഫംഗ്ഷൻ ആവുമോ? R to Rൽ ഫംഗ്ഷൻ ആവുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Z to Zൽ ഫംഗ്ഷൻ ആവുമോ എന്ന് ചെക്ക് ചെയ്യുക. Z+ to Z+ൽ ഫംഗ്ഷൻ ആവുമോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ്. നമുക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയാണ്
ഫംഗ്ഷൻ ഫോമിൽ ഇതുപോലെയൊക്കെ എഴുതുന്ന f(x)=x+1 അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ എടുത്ത് റേഞ്ച്, കോഡൊമൈൻ, ഡൊമൈൻ ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 1 on 2 ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. അങ്ങനെ കൂടുതൽ എക്സാമ്പിൾസ് കാണാം. തൽക്കാലം നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കാം. x=x², R⁴ ഫംഗ്ഷൻ ആവോ, z+2 z+ ഫംഗ്ഷൻ ആവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ റേഞ്ച് ഏതാണ് എന്നുള്ളതൊക്കെ ചിന്തിക്കാം. താങ്ക് യു.